ആരോഗ്യ കേരളത്തെ പനിക്കിടക്കയിലാക്കി പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു. എബോള ലക്ഷണങ്ങളോടെ കോട്ടയത്ത് 52കാരി ചികിത്സ തേടി. ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടെ ലഭിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ആശങ്ക ഇരട്ടിയാക്കി ഷിഗല്ല കേസുകളും വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ പ്രതിദിന കണക്ക് 12,000 കടക്കുന്നതിനിടെയാണ് ആശങ്ക ഇരട്ടിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള ലക്ഷണങ്ങളോടെ 52കാരി ചികിത്സ തേടിയത്. ദക്ഷിണ സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴി കേരളത്തിലെത്തിയ സ്ത്രീക്കാണ് രോഗലക്ഷണങ്ങൾ. പനിയും വയറിളക്കവും കാരണം ചികിത്സ തേടിയ സ്ത്രീയെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇവരുടെ സ്രവം തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് അയച്ചു. ഇന്ന് വൈകിട്ടോടെ പരിശോധനാ ഫലം ലഭ്യമാകും. പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് പരിശോധനയും നിരീക്ഷണവും തുടരുന്നത്. കോട്ടയത്ത് എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജുകളിൽ ഈ എബോളയുടെ അലർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എബോള രോഗം വന്നു കഴിഞ്ഞാൽ ധരിക്കേണ്ട PPE കിറ്റ് ഉൾപ്പെടെ ഞങ്ങൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചു വെച്ചിരുന്നു. അതിനിടെ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കൊല്ലം തൃക്കരുവ സ്വദേശിയായ 70കാരനാണ് മരിച്ചത്. ജില്ലയിൽ എലിപ്പനി ബാധിച്ച് 7 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 20 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഷിഗല്ല കേസുകൾ അനുദിനം വർദ്ധിക്കുന്നതും ആശങ്കയാണ്. തൃശൂർ അരിമ്പൂരിൽ ദമ്പതികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നിപ ബാധിതനായ 43കാരന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 104 പേരും ക്വാറന്റൈനിൽ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.